7 കോടി ബഡ്ജറ്റ്, 3 ദിവസത്തിനകത്ത് 1000 കോടി കളക്ഷൻ. വിശ്വസിക്കാൻ പറ്റുമോ? അതെ, അത് സംഭവിച്ചിരിക്കുകയാണ്. ഹോളിവുഡിൽ റിലീസായ ഒബ്സഷൻ എന്നൊരു സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഒരു US-ലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ കറി ബേക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തൊരു സിനിമയാണ്. പുള്ളിക്ക് 26 വയസ്സേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഹോളിവുഡിൽ നിർമ്മിച്ചൊരു സിനിമയാണ് ഒബ്സഷൻ. അതിൻ്റെ ഏകദേശം മെയ് 15 റിലീസായ ചിത്രത്തിന് ഏകദേശം ഇപ്പോൾ തന്നെ കളക്ഷൻ വന്നിരിക്കുന്നത് 100 മില്യന് മേളിലാണ്. $100 മില്യൺ മേലിലാണ്. അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1000 കോടിക്ക് മേളിൽ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ മൂവി ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ലാഭം കൊയ്ത ഹോളിവുഡ് ചിത്രത്തിൻ്റെ ഗണത്തിൽ നമ്മുടെ ഈ ഒബ്സഷൻ, ഞാൻ ഈ പറഞ്ഞ ഒബ്സഷൻ എന്ന സിനിമ ഇടം നേടിയിരിക്കുകയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇൻഡി നവരാത്തി ആൻഡ് കൂപ്പർ ടോമൽസൺ. വളരെ മികച്ച പ്രകടനമായിരുന്നു. ഞാൻ ഇതിലെ കഥയിലോട്ട് കടന്നാൽ ഇതിൽ ബെയർ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കൂപ്പർ ടോമൽസൺ ആണ്. പുള്ളിക്കാരന് ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ നിക്കിയോടുള്ള ഒരു വലിയൊരു ഇഷ്ടം പുള്ളിക്കാരൻ തുറന്ന് പ്രകടിപ്പിക്കാനൊരു മടിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രണയത്തിനോട്ട് ആണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ഇത് പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നടത്തുന്നൊരു സ്ട്രഗിളാണ് സിനിമ തുടക്കത്തിൽ പറയുന്നത്. ഇതിനിടയിൽ ഒരു സൂപ്പർ നാച്ചുറൽ ടോയ് പുള്ളി വാങ്ങുന്നു. അത് വൺ വിഷ് ടു വാലോ അങ്ങനെ എന്തോ ആണ്. അത് നമ്മൾ വിഷ് ചെയ്താൽ അത് സംഭവിക്കും. പക്ഷേ അതിന് ചില നെഗറ്റീവ് വശങ്ങളുണ്ട്. ഇതിൽ സംഭവിക്കുന്നത് ബെയറിന് ഈ നിക്കിയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി ഈ ഒരു സൂപ്പർ നാച്ചുറൽ ടോയ് ഉപയോഗിക്കുന്നു. അതിൽ പിന്നീടുണ്ടാകുന്ന ഒരു നിക്കിയിലുണ്ടാകുന്ന സൈക്കോളജിക്കൽ ചേഞ്ചും പിന്നെ ബെയർ അനുഭവിക്കുന്ന സ്ട്രഗിളും അത് ചുറ്റിപ്പറ്റിയുള്ള ഒരു വിഷയങ്ങളും പിന്നെ ഇവരുടെ 2 സുഹൃത്തുക്കളും അവരും ഇതിനിടയിൽ പെട്ടുപോകുന്നതും ഫുള്ള് ഒരു അടിപൊളി ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ ആണ് ഈ സിനിമ. ഈ സിനിമ കണ്ടപ്പോൾ തന്നെ ഇത്രയും ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ പറ്റുമെന്ന് തോന്നിപ്പോയി. പക്ഷേ ഹോളിവുഡിൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നത് കണ്ടൻറ്റ് തന്നെയാണ് മുഖ്യമെന്നുള്ളതാണ്. ഏറ്റവും ഈ വർഷത്തെ ഒരു മികച്ചൊരു ഹൊറർ സിനിമ എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് പറയാം. അത്രത്തോളം ജംപ് സ്കെയർ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഹൊറർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് ഭീതി പടർത്തുന്ന ഒരു റൊമാൻറ്റിക് എലമെൻറ്റിൽ കുറച്ച് ഭീതി പടർത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. അത്രത്തോളം ദൈർഘ്യമൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു സീൻ ടു സീന് ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവരും കാണുക. ഈ വർഷം റിലീസായ ഹോളിവുഡ് ചിത്രങ്ങളിൽ വിജയ പട്ടികയിൽ ഈ സിനിമയും കൂടെ ഇടം പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് സൂപ്പർ മാരിയോ ഗാലക്സി എന്നുള്ളൊരു സിനിമയാണ്. 1 ബില്യന് മേളിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 10,000 കോടി ഇന്ത്യൻ റുപ്പിക്ക് മേളിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് മൈക്കിൾ എന്നുള്ള സിനിമ, ഹോളിവുഡ് സിനിമ, അതൊരു $800 മില്യൺ, അതായത് 8,000 കോടിക്ക് 10,000 കോടിയിലോട്ട് കടക്കുകയാണ്. പിന്നീട് പ്രോജക്റ്റ് ഹെയിൽ മേരി ഉണ്ട്, പിന്നെ ഡെവിൾ വെയേഴ്സ് പ്രാഡ. ഇതിൻ്റെ ഇടയിലെല്ലാം ഈ ഒരു കുഞ്ഞു സിനിമ ഇടം പിടിച്ചത് ഒരു വലിയൊരു നേട്ടം തന്നെയെന്ന് പറയാം. നിങ്ങളൊരു ഹൊറർ ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കാണാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.